ഹായ് ഗായ്സ്, ടോപ് 10 റിവ്യൂ ചാനലിലേക്ക് സിനിമ മൂവി റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം. ഞാനിന്ന് വീണ്ടും വരാൻ കാരണം പുഷ്പ ടു റൂൾ എന്ന സിനിമ ഞാൻ അതിന്റെ റിവ്യൂ പറഞ്ഞിട്ടില്ല. പക്ഷേ അതിന്റെ ഫുൾ ഡീറ്റെയിലിംഗ് ഒരു റിവ്യൂ എനിക്ക് റിയാക്ഷൻ ആയിട്ട് ഇടണമെന്ന് കരുതി. ട്രോളുകളും സോഷ്യൽ മീഡിയയിൽ ഇത് വലിയ ആഘോഷകരമായി മാറിയിരിക്കുകയാണ്. പുഷ്പ 2 എന്ന് പറയുന്നത് വളരെ വരവേൽപ്പ് കൊണ്ട് തന്നെയാണ് ആ ഒരു ടൈറ്റിൽ പുഷ്പ 2 സെക്കൻഡ് പാർട്ട് ഇറങ്ങുന്നു എന്ന് പറഞ്ഞു. പുഷ്പക്ക് ഫസ്റ്റ് നമുക്ക് കണ്ടപ്പോ വളരെ ഗംഭീരമുള്ള ഒരു സിനിമയായിരുന്നു. സെക്കൻഡ് ഹാഫ് വരുമ്പോ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത പല ക്യാരക്ടേഴ്സും അതിൽ വന്നു പോകുന്നുണ്ട്. ലാസ്റ്റ് സെക്കൻഡ് ഹാഫിൽ പുഷ്പക്ക് വേണ്ടി ഒരു വില്ലനെ ഇറക്കിയതും ഫഫയുടെ സീനൊക്കെ വളരെ മോശകരമായ ഒരു രീതിയിലുള്ള വില്ലൻ കളിയൊക്കെ വളരെ നെഗറ്റീവ് ഷെയ്ഡിലേക്ക് പ്രേക്ഷകരിലേക്ക് പോയി. ആ ഒരു സീനൊക്കെ വളരെ ഗംഭീരമായിട്ട് തന്നെ അല്ലു അർജുനും ഫഫയും ഒരുമിച്ചുള്ള ഒരു ഗാങ്സ്റ്റർ ആണെങ്കിൽ അത് പ്രേക്ഷകരിലേക്ക് ഇറക്കാൻ വളരെ വലിയ കിക്ക് ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. കണ്ടിന്യൂഷൻലി ഒരു ഫൈറ്റ് ഒക്കെയാണ്. പക്ഷെ ഫൈറ്റ് എന്നൊക്കെ പറയുമ്പോ അമ്മാതിരി കണ്ണു മൂടിപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് കാലും കൈയും കെട്ടിയിട്ട് അവനെ നീന്തൽ പഠിപ്പിക്കുന്ന ഒരു വിദ്യാലയം തുടങ്ങിയതിന്റെ അവസ്ഥയാണ്. അങ്ങനെ ഒരിക്കലും കഴിയില്ല. കൈയും കാലും കെട്ടിയിട്ട് ഒരുത്തനെ എന്ത് ചെയ്യാൻ പറ്റും? അത്തരത്തിലുള്ള വളരെ ഹെവി സാധനമൊക്കെ ഒരു ആക്ടറിനെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്ന് തന്നെ നമുക്കൊന്നും ഒരിക്കലും അങ്ങനെ ഒരു സിറ്റുവേഷനെ ഓർമ്മിക്കാൻ പോലും പറ്റില്ല. ഒരു സിനിമയിൽ ഒരു വ്യക്തി എത്ര ഹാർഡ് വർക്ക് ചെയ്യണമെന്നത് ആ ആക്ടറും കൂടി അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അതായത് സിറ്റുവേഷൻ വളരെ ഹെവി ആണെങ്കിൽ അത്തരത്തിലുള്ള സീനൊക്കെ ചെയ്യാതിരിക്കുക എന്നതാണ് നമുക്ക് പറയാനുള്ളത്. ട്രോളുകളും വിവാദങ്ങളും വൈറൽ വീഡിയോസ് നമ്മൾ ചെയ്യുമ്പോൾ അത് നമുക്ക് ഇഷ്ടമുണ്ടായിട്ട് ചെയ്യുന്നതല്ല. കാരണം ഇതുപോലുള്ള നിസ്സഹായ അവസ്ഥ സിനിമ ഇൻഡസ്ട്രിയിൽ വരുന്നത് സമൂഹത്ത് കേൾക്കുന്നതും കാണുന്നതും തന്നെയാണ്. ആ പെർഫെക്ഷൻ സിനിമയ്ക്കില്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ട്രോളുകളും വിവാദങ്ങളും ഇല്ലാതായി മാറാതിരിക്കും? കാരണം അതിന്റെ ഒരു ബാക്കപ്പ് സപ്പോർട്ടിങ് എത്രയാണ് പ്രേക്ഷകർ തന്നിട്ടുള്ളത്? അപ്പോൾ ആ തന്നതിന്റെ ഒരു സീൻ 150 രൂപ കൊടുത്ത് ഒരാൾ സിനിമ കാണാൻ പോകണമെങ്കിൽ ആ സിനിമക്ക് അത്ര ഡെപ്ത് ഉണ്ടാവട്ടെ. നമുക്ക് പുഷ്പ 2 കുറിച്ച് എന്തൊക്കെയായിരുന്നു, ചിലർക്ക് നമ്മൾ ആഗ്രഹിച്ച രീതിയിലുള്ളൊരു പുഷ്പയാവാൻ സാധിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ പുഷ്പക്ക് ഒരു എതിരാളികൾ ഉണ്ടാകണം. പുഷ്പക്ക് എതിരാളികൾ ഒരു പവർഫുൾ എതിരാളികളാവണം, പവർഫുൾ പുഷ്പയാവണം. ഇതൊരു സീരിയൽ ബാക്ക്ഗ്രൗണ്ടുള്ള ഒരു സ്റ്റോറി കൊണ്ടുവന്നിറക്കിയാൽ ഇന്നത്തെ ചെറുപ്പക്കാരുടെ ഇടയിൽ ഇത്തരത്തിലുള്ള സ്റ്റോറികൾ നിലനിൽക്കില്ല എന്ന് തന്നെയാണ് ഇതിന്റെ ഡയറക്ടറോട് പറയാനുള്ളത്. സുകുമാർ എന്ന് പറയുന്ന ഈ ഡയറക്ടർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു കഥയ്ക്ക് സ്പോയിലാകുന്ന പല കാര്യങ്ങളും ഉണ്ട്. പിന്നെ എന്തിനാണ് ആ സാരി ഉടുത്തുള്ളൊരു വേഷവിട്ടൊക്കെ ഡാൻസ് കളിപ്പിച്ചും പിന്നെ ഒരു കാളി എന്ന് പറയുന്ന ഒരു ദൈവത്തിന്റെ കഥയൊക്കെ പറഞ്ഞ് അതും ഒരു മോശമായൊരു ക്യാരക്ടറായിപ്പോയി. കാരണം പുഷ്പക്ക് ലെങ്ത് കൂടുതലായിപ്പോയി. 3 മണിക്കൂറൊക്കെ ഒരാൾ കണ്ടിരിക്കുക എന്ന് വിചാരിച്ച ഇത്രയും 3 മണിക്കൂറൊക്കെ ഒരാൾ സഹിച്ചൊരു സിനിമ കാണില്ല. അതിനുള്ള സമയമില്ല. അതായത് ഒരു കാണുന്ന പ്രേക്ഷകർക്കുള്ള സമയവും കരുതി വേണം ഒരു സിനിമ നിർമ്മിക്കാം എന്ന് നമുക്ക് തോന്നുന്നു. കാരണം സിനിമക്ക് അപ്ഡേറ്റുകൾ ഉണ്ടാവാറുണ്ട്. സിനിമയുടെ
എങ്ങനെയൊക്കെ ചിത്രീകരണം എടുക്കണമെന്ന് ആരും അപ്ഡേറ്റ് ചെയ്തു തരാറില്ല. സിറ്റുവേഷൻ അനുസരിച്ച് ഒരു മണിക്കൂറിൽ എത്രയൊക്കെ നമുക്ക് ആ ഒരു ക്യാരക്ടറിൽ, ആ ഒരു ആക്ടിങ്ങിൽ, ആ ഡയറക്ഷൻ ചെയ്യുന്ന വ്യക്തികൾക്ക് എന്തെല്ലാം നമുക്ക് ഇമ്പോസിബിൾ ആകുന്നു അത് മാത്രം കൊടുക്കുക. ഏതൊരു ലാംഗ്വേജിലായാലും ഏതൊരു ഇൻഡസ്ട്രിയിലായാലും സമൂഹത്ത് നടക്കുന്നതും ഇന്ന് നിലനിൽക്കുന്നതുമായ സ്റ്റോറി ഡെപ്ത്, ഫാന്റസിയൊക്കെ ആവശ്യമാണ്. പക്ഷെ അത് കൗതുകമുള്ള ഫാന്റസി ആയിരിക്കണം. ആവശ്യമില്ലാത്ത വലിച്ചു കീറിയ മാസ് കാണിക്കാൻ വേണ്ടി തെങ്ങിന്ന് താഴേക്ക് ചാടുന്നതല്ല ഹീറോയിസം. അത് അപരാധമാണ്. അതിനെയാണ് കാട്ടപരാധം എന്ന് പറയുന്നത്. അപരാധങ്ങൾ വിളിച്ചു വരുത്തുന്ന സമൂഹത്ത് വിളിച്ച് തിരിച്ച് വിളിക്കുന്ന സമൂഹമല്ല നമ്മളെ. നമ്മൾക്ക് ഒരു അവസ്ഥ ഉണ്ടായാൽ ആ അവസ്ഥക്ക് പുച്ഛിച്ചു തള്ളുന്ന സമൂഹമാണ് നമ്മുടെ രാജ്യം. ഇന്ത്യ എന്ന ക്രെഡിബിലിറ്റിയുള്ള രാജ്യത്ത് സമൂഹത്ത് ജീവിക്കുമ്പോൾ അവിടെ നമ്മുടെ എല്ലാ വിവാദങ്ങളും കത്തിപ്പടുന്നത് ഈ മതത്തിന്റെ പേരിലാണ്. ഇപ്പോഴും ഈ ഒരു സിനിമ ഒരു മതത്തിന്റെ പേരിൽ തന്നെ ഇങ്ങനെ തമ്പടിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു ഗാങ് വാർ നടക്കുന്നത്? സമൂഹത്ത് സിറ്റുവേഷനാണ്. പലരുടെയും റിവ്യൂസ് ഞാൻ കേട്ടു. പലരോടും പല ഒപ്പീനിയനാണ്. പലർക്കും പല ഒപ്പീനിയനാണ്. അതുപോലെ തന്നെ എനിക്കും എന്റേതായ മൈ ഒപ്പീനിയൻ. ഒരു സിനിമ സൃഷ്ടിക്കുമ്പോൾ അത് കാണുന്നവരുടെ ഹൃദയവും കൂടി ഓർക്കണം. അവരുടെ വിശാലതയൊന്നും നിങ്ങൾ നിർമ്മിച്ചവർക്കും നിങ്ങൾ ഉണ്ടാക്കിയവരുടെയും വിശാലതയൊന്നും കാണുന്നവർക്കുണ്ടാവില്ല. പൊസസീവ്നെസ്, അങ്ങനെയുള്ള ഗ്രാറ്റിറ്റ്യൂഡ് ഒരുപാടുള്ളവർക്ക് സമൂഹത്ത് അത് കാണാൻ സാധിക്കും. പക്ഷെ അല്ലാത്തവർ, ഈ ഒരു സിനിമ, സ്ത്രീകൾ, പ്രായമുള്ളവർ, ഇങ്ങനെയുള്ള ഗ്രാവിറ്റി കൂടുതലുള്ളവർ കണ്ടിറങ്ങിയിട്ട് മോശമാണെന്ന് പറഞ്ഞാൽ ആ ഒരു സിനിമക്ക് ഇൻഡസ്ട്രി ഔട്ടാണ്. ഞാൻ ഈ ഒരു സിനിമ തെലുങ്കാണ് കണ്ടത്, മലയാളം കാണാൻ എനിക്ക് പറ്റിയിട്ടില്ല. കാരണം ഈ സിനിമ ഇനി എപ്പോൾ കാണുമെന്നും നമുക്ക് പറയാൻ കഴിയില്ല. കാരണം സിനിമയിൽ ആവറേജ് ഒരു കണ്ടന്റ് ഉണ്ട്. പക്ഷെ കൂടുതൽ കണ്ടന്റുകൾ ഇവർ എന്തൊക്കെയോ മിസ്യൂസ് ചെയ്തിരിക്കുകയാണ്. കാരണം ഈ സിനിമയ്ക്ക് വേണ്ടാത്ത കുറെ കണ്ടന്റ് കുത്തിക്കയറ്റിയിട്ടുണ്ട്. ഇല്ല എന്ന് പറയുന്നില്ല. സിനിമയ്ക്ക് വേണ്ടാത്ത ക്യാരക്ടേഴ്സ് കയറ്റി കൂട്ടിയതാണ് ഇതിന്റെ ആവശ്യം. പക്ഷെ കാലം കയ്യും കെട്ടിയ സീനൊക്കെ എന്തിനു വേണ്ടി ഇറക്കിയതാണ്? എന്തിനാണ്? ഇതൊരു ബിസിനസ് ആക്കി മാറ്റരുത് സിനിമ ഒരു ഇൻഡസ്ട്രി മെസ്സേജ് ആക്കി മാറ്റുക. മനുഷ്യന് ആവശ്യമുള്ള ബിസിനസ്സാണ് സമൂഹത്തിന് ആവശ്യം. ആവശ്യമില്ലാത്ത ഒരു ബിസിനസ്സും അടിച്ചിറക്കി സമൂഹങ്ങളെ വഷളാക്കുന്നു എന്ന് പറയുന്ന ഒരു മെസ്സേജ് സോഷ്യൽ മീഡിയയിൽ ആവശ്യമില്ല. ഒരു യൂട്യൂബിലായാലും ഒരു ജനാധിപത്യ രാജ്യത്തും ഇത് ആവശ്യം ഉണ്ടാവുന്ന കാര്യമല്ല. അതുകൊണ്ടാണ് പുഷ്പക്ക് ഇത്രയും ഒരു ഫെയിലിയേഴ്സ് നമുക്ക് കാണാൻ പറ്റിയത്. ഇത്രയും ഫോളോവേഴ്സ് ഉള്ള പുഷ്പ ഇത്രയും ഫെയിലിയറായി മാറിയത്. ഇത് നമുക്ക് കങ്കുവായെ പറയുന്ന അതേ ഒരു സിറ്റുവേഷൻ, ദേവരയെ പറ്റി പറയുന്ന അതേ സിറ്റുവേഷൻ തന്നെ തുറന്നടിക്കണമെങ്കിൽ സമൂഹത്ത് ജീവിക്കുന്നവർ മനസാക്ഷിയുള്ളവരാണ്. അവർ സത്യമേ പറയൂ. അവരുടെ സത്യസന്ധത കേട്ട് നിങ്ങൾക്ക് വിരൽ ചുളിയുന്നെങ്കിൽ അത് നിങ്ങളുടെ മാത്രം കുഴപ്പമാണ്. അത് കണ്ടവരുടെ കുഴപ്പമല്ല. സമൂഹത്ത് ജീവിക്കുന്നവരും ഇന്ന് ജീവിക്കുന്നവർക്കും ഇങ്ങനെയുള്ളൊരു അബദ്ധം ഒരിക്കലും പറ്റൂല. 1500 കോടി കൊണ്ടും കോടിക്കണക്കിന് ലക്ഷങ്ങൾ ഉണ്ടാക്കിയ ഒരു ബിസിനസ് ഒരിടിക്ക് പൊളിയുന്നില്ലേ? അതുപോലെയാണ് സിനിമ. 500 കോടിക്ക് ഒരു സിനിമ ബഡ്ജറ്റിൽ ഉണ്ടാക്കിയിട്ട് ആ 500 കോടി പോയിട്ട് 1 കോടി ലാഭമില്ലാതെ ഒരു ബിസിനസ് തകർന്നു പോയാൽ ആ സിനിമക്ക് എന്ത് ലാഭം? അതുപോലും നാഷണൽ ഒന്നും ഈ ഒരു സിനിമക്ക് പ്രതീക്ഷിക്കണ്ട. ഇത് ആവറേജ് അബോവ് മൂവിയാണ്. സമൂഹത്ത് ഇങ്ങനെ ഒരു സിനിമ കാണാൻ ഒറ്റ നിമിഷം കാണാൻ മാത്രമേ ആഗ്രഹിക്കുന്നു. രണ്ടാമത്തെ സിനിമ കാണണം, മലയാളം ലാംഗ്വേജ് കാണണമെന്ന് പോലും ആഗ്രഹമില്ല. കാരണം സിറ്റുവേഷൻ ഹെവി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഡേഞ്ചേഴ്സ് ആയ ഒരുപാട് കണ്ടന്റ് പുറത്തു കൊണ്ടുവരുന്നു. അത് പബ്ലിക് അറിയുന്നു. പബ്ലിക് കാണുമ്പോൾ അതിന്റെ റെസ്പോൺസ് എങ്ങനെയാകുമെന്നത് ഒരു റിയാക്ഷൻ ആയിട്ട് നമ്മൾ ഒപ്പീനിയൻ പറയുകയാണ്. അതായത് സിനിമ എന്ന ഇപ്പോഴത്തെ ഈ ഫ്ലോപ്പിന് കാരണം പല കാരണങ്ങൾ ഉണ്ടാവാം, പല സിറ്റുവേഷൻ ഉണ്ടാവാം. ആ സിറ്റുവേഷനൊക്കെ മാറ്റിക്കൊണ്ട് തന്നെ സമൂഹത്ത് നല്ല സിനിമ വരണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. നല്ല കഥാപാത്രങ്ങൾ ഉണ്ടാക്കണം, നല്ല നല്ല ആക്ടേഴ്സ് ഉണ്ടാവണം,
നല്ല നല്ല അഭിനേതാവ് ഉണ്ടാവണം, പുതിയ പുതിയ കലാകാരന്മാരെ സൃഷ്ടിക്കണം, പുതിയ പുതിയ വരവേൽപ്പ് നടത്തണം, എല്ലാം വേണം. സമൂഹത്ത് വേണ്ട എന്നൊന്നും പറയുന്നില്ല. പക്ഷെ ഈ രാജ്യത്ത് നല്ല നല്ല കഥാപാത്രം പോരാ, നല്ല നല്ല കണ്ടന്റും കൂടി വേണം എന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. കാരണം ഇത് ആക്ട് ചെയ്യുന്ന വ്യക്തിക്കും അറിയണം, ഇത് ചെയ്യുന്ന വർക്കിന് എല്ലാവരും ഒന്നിച്ചെടുക്കുന്ന തീരുമാനമായിരിക്കണം. അല്ലാതെ വെറുതെ വഷളാക്കുന്ന ഒരു സിനിമയും വെറുതെ സമയം പോകുന്ന ടൈമിനെ ഇല്ലാതാക്കുന്ന ഒരു സിനിമയും ജനങ്ങളുടെ മുന്നിൽ ഇറക്കിക്കൊണ്ട് അവരെ തിയേറ്ററിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിക്കുക എന്നൊരു സംഭവം ഉണ്ടല്ലോ, അതില്ലാതാക്കെ OTTയിൽ തന്നെ റിലീസ് ചെയ്ത് അങ്ങ് കളയണം. അല്ലാതെ വെറുതെ ഇങ്ങ് തിയേറ്ററിൽ ഇരുന്ന് ടൈം ബോംബ് വെച്ച് ബോംബിട്ട് തകർക്കുന്നത് പോലെ മനുഷ്യന്റെ മനസ്സ് തകരുന്നത് പോലുള്ള ഒരു ചിന്താഗതിയിലേക്ക് സിനിമ കൊണ്ടുവരാൻ സാധിച്ചാൽ അത് നിങ്ങളുടെ മാത്രം പരാജയമാണ്, നിങ്ങൾ ഉണ്ടാക്കിയ പരാജയത്തിന്റെ കഥയാണ്. ആ ഒരു സിറ്റുവേഷൻ നിങ്ങളെ ജനങ്ങൾ ഏറ്റെടുക്കില്ല. ആ ഒരു സിറ്റുവേഷൻ ഇങ്ങനെയുള്ള പടങ്ങളൊക്കെ കാണണമെന്ന് ജനങ്ങൾ ചിന്തിക്കും. പുഷ്പ 1 എങ്ങനെയായിരുന്നു, പക്ഷെ സെക്കൻഡ് പാർട്ടിൽ അങ്ങനെയല്ല. പക്ഷെ രണ്ടാം ഭാഗത്തിൽ കുടുംബം യോജിക്കുന്നു എന്നൊരു സീനൊക്കെ അത് നല്ല തന്നെയാണ്. പക്ഷെ കുടുംബത്തിനും കാണാൻ പറ്റും എന്നൊരു സീനൊക്കെ തന്നെ. പക്ഷെ പുഷ്പ എന്ന റൂൾ, അദ്ദേഹം ഒരു ചന്ദന വേട്ടയേക്കുന്ന വ്യക്തിയായിട്ടാണ് തുടങ്ങിയത്. അങ്ങനെ തുടങ്ങി അവസാനം പാസം ഒരുപാട് കലർത്തിക്കൊണ്ട് ഒരു സിനിമ ഇറങ്ങിയപ്പോ അതൊരു കണ്ണീർ ശോകമായി മാറി. മാസാണ് കാണിക്കാൻ പോയപ്പോ കണ്ണീരായി മാറി. ക്ലൈമാക്സിൽ മാസ് കാണിച്ചപ്പോ അത് കോമഡിയായി മാറി. എന്തുകൊണ്ട്? ട്വിസ്റ്റുകൾ മാറിയും മറിഞ്ഞും നിന്നുകൊണ്ട് ഒരു സിനിമ ഉണ്ടാവാൻ പാടില്ല. ഒരേ ഒരു കോംബോയിൽ പിടിക്കുക, ഒരേ ഒരു മോഡുലേഷനിൽ ഓടുന്നല്ലാതെ സെപ്പറേറ്റ് മോഡുലേഷനിൽ ആക്ടിങ് മാറുമ്പോൾ അത് പ്രേക്ഷകർക്ക് മനസ്സിലാകും, കാണുന്ന വ്യക്തികൾക്ക് മനസ്സിലാകും ഇത് ഒറിജിനൽ കണ്ടന്റ് അല്ല, ഇത് കോപ്പിംഗ്, എന്തെങ്കിലും കോപ്പിറൈറ്റ് ഉണ്ടാവാൻ സാധ്യതയുള്ള സിറ്റുവേഷൻ അവിടെ ഉണ്ടാക്കിയിരിക്കും. അതുകൊണ്ടാണ് കണ്ടന്റ് ഫ്ലോപ്പായി പോകുന്നത്. ഉള്ള കണ്ടന്റിൽ തന്നെ എന്തെങ്കിലും കുത്തിക്കയറ്റി വെച്ച് ഒരു സിനിമ ഉണ്ടാക്കുമ്പോൾ ആ കണ്ടന്റിന് പറ്റിയ സ്ക്രിപ്റ്റുമായി വരിക. മൂന്നാം ഭാഗം ഇത് ഉണ്ടോ എന്ന് എപ്പോഴും സംശയമാണ്. പക്ഷെ മൂന്നാം ഭാഗം വെയിറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് വളരെ വലിയൊരു പ്രയാസം തന്നെയാണ്. മൂന്നാം ഭാഗം പ്രതീക്ഷിക്കുക എന്ന് പറയുന്ന ഒരു വാക്കുകൾ തന്നെ. അപ്പോ പുഷ്പ 2 നമ്മൾ ആഗ്രഹിച്ചു, അത് വന്നു. ഇനി പുഷ്പ 3ക്ക് നമ്മൾ വെയിറ്റ് ചെയ്യുന്നില്ല. കാരണം പുഷ്പ 2ൽ നിന്ന് നമുക്ക് അത് പുനർജനം നമുക്ക് തുടങ്ങിയിട്ടില്ല. അപ്പൊ പുഷ്പ 3 ആലോചിക്കുമ്പോൾ കൂടുതൽ ഇരുന്ന് ആലോചിക്കും, അല്ലാതെ കൂടുതൽ സമയവും കാലവും തീരുമാനിച്ചെടുക്കേണ്ട സമയമായിരിക്കും. പുഷ്പ 3 ഇനി വേഗമൊന്നും വരാൻ സാധ്യതയില്ല. പക്ഷെ അത് വന്നാൽ തന്നെ അതിന്റെ കാര്യവുമില്ല. ഇപ്പൊ എല്ലാത്തിനും ഇങ്ങനെ സെക്കൻഡ് 2 രണ്ടാം ഭാഗം എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇറക്കിക്കൊണ്ടുള്ള ഒരു സിനിമ വരണമെന്നില്ല. ഫസ്റ്റ് ഹാഫിൽ തന്നെ ഒന്നാം ഭാഗത്തിൽ തന്നെ തീർക്കാൻ പറ്റുന്ന സിനിമയായാലും ചെയ്താൽ മതി. പക്ഷെ അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ സെക്കൻഡ് ഹാഫിലേക്ക് എടുക്കാവൂ. അല്ലെങ്കിൽ ഒറ്റ സീനിൽ തീരണം, ഒറ്റ ഷോട്ടിൽ തീരണം, ഒറ്റ ടേക്കിൽ തീരണം എന്ന് പറയുന്നത് മാതിരി തന്നെ സിനിമക്കും സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. അതാണ് നമുക്ക് പറയാനുള്ളത്. ബൈ ഫോർ എവർ.